ഗുരുവായൂർ ക്ഷേത്ര പരിസരങ്ങളിലെ കടകൾ ബലമായി അടപ്പിച്ചു. കടയടയ്ക്കാൻ തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. ഹോട്ടലുകൾ അടക്കം അടപ്പിച്ചതിനെ തുടർന്ന് ദുരിതത്തിലാണ് ഭക്തരും. കടയ്ക്കുള്ളിൽ എത്തി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി സാനു കെ സജീവാണുള്ളത്. സാനു, ഭീഷണി മുഴക്കി കടകൾ അടപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്? പണിമുടക്കിന്റെ ഭാഗമായിട്ട് ഗുരുവായൂരിലും ചില ഭാഗങ്ങളിൽ നിന്ന് കൂട്ടമായിട്ട് എത്തുന്നവർ വലിയൊരു ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ന് രാവിലെയോടുകൂടി ബലമായിട്ട് അടപ്പിച്ചിട്ടുള്ളത്. ഇന്ന് അല്പം മുമ്പ് ഇവിടെ എത്തിയിട്ടുള്ള ഇവർ ഈ കടകളിൽ കയറിയിട്ട് ഇവിടുത്തെ സാധനങ്ങൾ അടക്കം വലിച്ചെറിയുകയായിരുന്നു. ഇപ്പം നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കടയിലെ CCTV ദൃശ്യങ്ങളിലാണ് ഈ CPM പ്രവർത്തകർ കൂട്ടമായിട്ട് എത്തിക്കൊണ്ട് ഈ കട അടപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത്. നമ്മളിവിടെ നിൽക്കുമ്പോഴും അല്പസമയം മുമ്പും ഒരു 25ഓളം പ്രവർത്തകർ എത്തിയിട്ട് നീ കട അടയ്ക്കുന്നില്ലേടാ എന്നുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷം നമുക്ക് കാണാം എന്ന് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിട്ട് പോവുകയായിരുന്നു. തുടർന്നാണ് ഈ ജനം TV ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് കണ്ടതോടുകൂടി ഇവിടുന്ന് അവർ പിരിഞ്ഞു പോവുകയും തൊട്ടപ്പുറത്ത് ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് അവർ കയറി മാറി നിൽക്കുകയാണ്. അതായത് നീ കട അടയ്ക്കണം, കട അടച്ചില്ലേ നിന്നെ അടുത്ത ദിവസം മുതൽ തുറപ്പിക്കില്ല എന്നുള്ളൊരു ഭീഷണി, അങ്ങനെ ഒരു തിട്ടൂരമാണ് ഈ CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രാവിലെ എത്തി നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കടയുടെ സമീപത്തിരുന്ന വസ്ത്രങ്ങളടക്കം, വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന വസ്ത്രങ്ങളടക്കം വലിച്ച് താഴെ ഇടുകയും കട അടയ്ക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് കട അടയ്ക്കുന്നില്ല എന്ന് കൂട്ടാക്കിയതോടുകൂടി പ്രവർത്തകർ കൂട്ടമായിട്ട് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു വ്യാപാര സ്ഥാപനത്തിൽ, അതായത് വിളക്കുകൾ അടക്കം വിൽക്കുന്ന കടയിലെത്തുകയും ആ വിളക്കുകൾ വലിച്ചെറിയുകയായിരുന്നു. എന്തായാലും ഈ CPM പ്രവർത്തകർ അല്ലെങ്കിൽ ഈ ഹർത്താൽ അനുകൂലികൾ ആദ്യം ഇവിടെ എത്തി ഈ കട അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വീണ്ടും അതായത് നമ്മൾ ഇവിടെ എത്തിയതിനു ശേഷം കട തുറക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിനുശേഷമാണ് ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുകയും തുടർന്ന് കടയിലെ വ്യാപാരം നടത്തുന്ന സ്ഥാപനത്തിലെ ഉടമയെ ഭീഷണിപ്പെടുത്തുന്നത്. നീ ഇത് തുറന്നാൽ നീ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും, വരും ദിവസങ്ങളിൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന അടക്കമാണ് ഇവിടെ ഈ CPM പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഈ ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഒരു തിട്ടൂരം ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കടയുടെ ഉടമയോട് തന്നെ അല്ലെങ്കിൽ ഈ കടയിലെ വ്യാപാരം നടത്തുന്ന ആളോട് തന്നെ ചോദിക്കുക, എന്തായിരുന്നു സംഭവം? രാവിലെ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ രാവിലെ കട തുറക്കാൻ വന്നതാണ്. ചെറിയ കച്ചവടം കിട്ടിയിട്ട് തുറക്കാൻ വന്നപ്പോൾ ഇവർ ഒരു കസ്റ്റമറിന്റെ മുമ്പിൽ വെച്ചിട്ട്, തൊഴുത് ഇറങ്ങിയ ഒരു കസ്റ്റമറിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇവർ പറയും നിങ്ങൾ അടയ്ക്കണം, അടച്ചാൽ ഞങ്ങൾ പൊട്ടിക്കും. ഈ സാധനങ്ങളൊക്കെ അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഈ സാധനങ്ങൾ തട്ടിയിട്ടാണ് അവർ സംസാരിക്കണത്. അടച്ചില്ലെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ മുണ്ട് മുറുക്കിയാണ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആലോചിക്കണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യാം? ഹർത്താൽ തോന്നിയ സമയത്ത് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെങ്കിലും സെയിൽ പറയുമ്പോൾ നമുക്ക് അന്നത്തെ നമ്മുടെ ചിലവുകൾ നടത്താൻ പറ്റും. ഇതൊന്നും പറ്റില്ല. ഇത് ഇപ്പം ഈ കണ്ട കടകൾ നിങ്ങളെല്ലാവരും കണ്ടു. ഈ കടക്കാരെല്ലാവരും അടച്ചിരിക്കണമെന്ന് വെച്ചാൽ വീട്ടിൽ സുഖമായിട്ട് ഇരിക്കാനല്ല, ഇവരെ പേടിച്ചിട്ടാണ് ഇവർ ചെയ്യണം. അല്ലാണ്ട് ഇവർക്ക് ആർക്കും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ലോ ഇവർ അടച്ചിട്ട് പോയിരിക്കണേ. അപ്പോൾ ആ ഒരു സാഹചര്യം ഞങ്ങൾക്ക് അത്രയും പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ തുറന്നത്. പക്ഷേ ഇത് അവർ മുതലെടുത്തിട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ശക്തമായ നടപടി ഉണ്ടായേ പറ്റൂ. രണ്ടാമതും വന്ന് ഭീഷണിപ്പെടുത്തുന്നു, കടയടക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, രണ്ടാമത് ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ഞാൻ അത് തുറന്ന് വെച്ചപ്പോണ്ട് ഇവർ പിന്നെ വന്നിട്ട് കൂട്ടായിട്ട്, സ്ത്രീകളടക്കം കൂട്ടായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. അപ്പോൾ ഇത് ആലോചിക്കണം, നമ്മുടെ ഗുരുവായൂർ പടിഞ്ഞാറ് നടപ്പന്തലിലാണ് റൈഫിൾമാൻ പോലീസ് അടക്കം ഉള്ളപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ എത്രത്തോളം അവരുടെ സ്വാധീനം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കും. തുറന്നാൽ ഇനി അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കണം, വരും ദിവസങ്ങളിൽ നിങ്ങളെ കാണിച്ചു തരാം എന്നാ പറഞ്ഞേക്കുന്നത്. എങ്ങനെ, എന്ത് പറയുന്നതിലൂടെ? അതിൽ നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. കാരണം നമുക്ക് കട അടച്ചു പോയി ഇവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അന്നത്തിന് വേണ്ടി ചെയ്യണം. കാരണം അവരോട് അപേക്ഷിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം നമുക്ക് കൂട്ടായികളില്ല, അണികളില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് നടത്തണം. ഞാനും അച്ഛനും ഒറ്റയ്ക്കാണ് നടത്തണം. അപ്പം നമുക്കത് അവരോട് അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഉപദ്രവിക്കരുതെന്ന്. തീർച്ചയായിട്ടും അവർ പറയുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മാപ്പ് അപേക്ഷിക്കാനേ പറ്റുള്ളൂ, അപേക്ഷ നൽകാനേ പറ്റുള്ളൂ. തങ്ങളുടെ ഉപജീവന മാർഗം അടപ്പിക്കുന്നു, അത് തല്ലി തകർക്കുന്നു. ഇതിനെതിരെ അതായത് ഈ നടപ്പന്തലിന് തൊട്ട് സമീപം പോലീസുണ്ട്. അതായത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും സുരക്ഷ കൊടുക്കുന്ന പോലീസിന്റെ മുന്നിൽ വെച്ചാണ് ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് കടന്നു കയറിയും വീണ്ടും തിട്ടൂരം, അതായത് നീ കടയടയ്ക്കണമെന്നുള്ളൊരു തിട്ടൂരം CPM-ന്റെ ഭാഗത്ത് നിന്ന്, CITU-ന്റെ ഭാഗത്ത് നിന്ന്, അവരുടെ ഭരണാനുകൂല സംഘടനയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. എന്തായാലും ഇതിന് തൊട്ട് സമീപമുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഇവർ അടപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ വിളക്ക് അടക്കം എറിഞ്ഞുടച്ചിട്ടുണ്ട്. വ്യാഖി സാനു, എന്തൊരവസ്ഥയാണെന്ന് ഓർക്കണം. തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ തൊഴിലാളികളുടെ പണിമുടക്ക് ഈ ഹർത്താലിനെ അല്ലെങ്കിൽ ഹർത്താൽ ഒരു വ്യാപക അക്രമത്തെ പണിമുടക്ക് എന്ന ഓമന പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം പല കട ഉടമകളും ഭയം കൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാത്തത്. ജനം TV പലരോടും പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അവർക്കെല്ലാം ഭയമാണ്, സ്വാഭാവികമാണ്. കാരണം അവർക്ക് നാളെയും ജീവിക്കണം. ഈ കട
ഉടമ പറയുന്നുണ്ട് അവർക്ക് ഭയമാണ്, തീർച്ചയായും ഭയമാണ്. കാരണം അവരെ നാളെ ജീവിക്കാൻ അനുവദിക്കില്ല, ഈ കടകൾ നാളെ തുറക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അവർക്ക് ഭയമാണ്. എങ്കിലും ഈ കട ഉടമ നമ്മളോട് പ്രതികരിച്ചു എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ ഈ ഒരു പ്രതികരണം നടത്തുന്നത് പോലും. അവരുടെ അന്നന്നേക്കുള്ള അന്നത്തിന് വേണ്ടിയിട്ടാണ് അവർ കട തുറന്നു വെച്ച് കച്ചവടം നടത്തുന്നത്. ഈ ഒരു ദിവസത്തെ നഷ്ടം ആരാണ് ഇതിന് ഉത്തരം പറയുക? നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നാളെ നിങ്ങളെ കാണിച്ചു തരാം, ഈ കട ഇപ്പോൾ അടച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുകയാണ്. എന്നിട്ട് ഈ ഭീഷണിയുടെ ഓമന പേരാണ് പണിമുടക്ക്. ആരുടെ പണിയാണ് ഇവർ മുടക്കിക്കൊണ്ടിരിക്കുന്നത്? സാധാരണക്കാരായ അന്നന്നേക്കുള്ള അന്നത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അന്നം മുടക്കിക്കൊണ്ടുള്ള പണിമുടക്ക്. ഇതൊക്കെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഗുരുവായൂർ ക്ഷേത്ര പരിസരങ്ങളിലെ കടകളാണ് ബലമായി അടപ്പിച്ചത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കടയടയ്ക്കാൻ തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയാണ് കട ഉടമകൾ പങ്കുവയ്ക്കുന്നത്. പലരും പേടിച്ചിട്ട് ഉടൻ തന്നെ കട അടച്ചുപോയി. ഇവർ കടയുടെ സമീപത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി ഈ കടയെങ്ങാനും തുറന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇതാണ് അവസ്ഥ.